നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് ഷേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. ടാറ്റ പോലും അറിയാതെ സതീശന്റെ 10,000 കോടി നിക്ഷേപ പ്രഖ്യാപനം. ഒടുവിൽ മലക്കം മറിഞ്ഞ സർക്കാർ. എപ്പോൾ കറന്റ് പോകുമെന്ന് പറയാനാകാതെ KCB. തൊട്ടടുത്തുണ്ടായിട്ടും മൈൻഡ് ചെയ്തില്ല അലോഷ്യസ് എറിഞ്ഞ് മുഖം കൊടുക്കാതെ VD സതീശൻ. +1 പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. വെബ്സൈറ്റിൽ ലഭിക്കാൻ വൈകും. ഇന്ദിരാ കട്ട് കേരളത്തിൽ വേണ്ട. ഇരുണ്ട കാലത്തിനെതിരെ DYFI പ്രതിഷേധം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. ഇന്ദിരാ കട്ട് കേരളത്തിൽ വേണ്ട. ഇരുണ്ട കാലത്തിനെതിരെ DYFI പ്രതിഷേധം. നീണ്ട 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കേരളത്തിൽ പവർ കട്ട് ഏർപ്പെടുത്തിയ UDF സർക്കാരിൻ്റെ ജനദ്രോഹ നടപടിക്കെതിരെ യുവജന പ്രതിഷേധം വിരമ്പി. കണ്ണൂർ KCB ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് സംസ്ഥാന സെക്രട്ടറി VK സനോജ് MLA ഉദ്ഘാടനം ചെയ്തു. UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെ പവർ കട്ടിൻ്റെ ദുരിതം കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുകയാണ്. ലോകകപ്പ് ഫുട്ബോൾ കാണാൻ ജനറേറ്റർ ഏൽപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. ഈ നിലയിലേക്ക് കാരണം UDFിൻ്റെ പിടിപ്പുകേട് കൊണ്ടാണെന്നും സനോജ് പറഞ്ഞു. മാർച്ചിൽ ജില്ലാ പ്രസിഡന്റ് K അനുശ്രീ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി മുഹമ്മദ് അഫ്സൽ, വൈസ് പ്രസിഡന്റ് AP അൻവീർ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P അഖിൽ, ജില്ലാ കമ്മിറ്റി അംഗം നിഖിൽ C എന്നിവർ സംസാരിച്ചു. UDF സർക്കാർ അധികാരമേറ്റ ശേഷം ആസൂത്രണത്തിൽ വൻ പാളിച്ച ഉണ്ടായതാണ് 10 വർഷത്തിന് ശേഷം വ്യാപകമായ ലോഡ് ഷെഡിംഗ് വേണ്ടി വന്നത്. പ്രതീക്ഷിച്ച മഴ ലഭിക്കാതെ താപനില ഉയർന്നതോടെ ഉപഭോഗം കുതിച്ചു. വായ്പ വാങ്ങിയ വൈദ്യുതി മടക്കി കൊടുക്കേണ്ട സമയവുമായിരുന്നു. പവർ എക്സ്ചേഞ്ചുകളിൽ വൈദ്യുതി ലഭ്യതയും ഇല്ലാതായി. ഈ സാഹചര്യം മുൻകൂട്ടി കണ്ട് മുന്നൊരുക്കം നടത്തുന്നതിൽ പരാജയപ്പെട്ടതോടെയാണ് സംസ്ഥാനത്തെ സർക്കാർ ഇരുട്ടിലേക്ക് തള്ളി വിട്ടത്. എപ്പോൾ കറന്റ് പോകുമെന്ന് പറയാനാകാതെ KCB. ഇതുപോലെ ഒരു കറന്റ് കട്ട് കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നോ വിദഗ്ധർ. എപ്പോൾ കറന്റ് പോകുമെന്നോ എത്ര സമയം അത് നീണ്ടു നിൽക്കുമെന്നോ നാട് ഭരിക്കുന്ന സർക്കാരിന് പോലും അറിയാത്ത അവസ്ഥയാണ് കേരളത്തിൽ നിലനിൽക്കുന്നതെന്നുമുള്ള ശക്തമായ വിമർശനമാണ് ഉയരുന്നത്. വൈദ്യുതി എപ്പോൾ കട്ടാകുമെന്ന കൃത്യമായ സമയം പോലും ജനങ്ങളെ അറിയിക്കാൻ കഴിയാത്ത വിധത്തിൽ വൈദ്യുതി വകുപ്പ് പരാജയപ്പെട്ട പീക്ക് ടൈമിൽ കറന്റ് പോകുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും കൃത്യമായ ഒരു സമയം പറയാൻ സർക്കാരിനായിരുന്നില്ല. അതിനാൽ തന്നെ ഓണപരീക്ഷകൾ പോലുള്ള ദിവസങ്ങൾ അടുക്കവേ രക്ഷിതാക്കളും കുട്ടികളും വലിയ ആശങ്കയിലാണ്. കറന്റ് കട്ട് കുറച്ചു നേരത്തെ തന്നെ അറിയിച്ചിരുന്നെങ്കിൽ ജനം അഭ്യർത്ഥിക്കുന്നു. എന്നാൽ വൈദ്യുതി കട്ടാക്കണമെന്ന വിവരം അരമണിക്കൂർ മുമ്പ് മാത്രമാണ് വൈദ്യുതി വകുപ്പിനെ തന്നെ അറിയിക്കുന്നത് എന്ന വിരോധാഭാസവും നിലവിൽ നിൽക്കുന്നു. അതിനാൽ തന്നെ സമയം നേരത്തെ തന്നെ അറിയിക്കാൻ കഴിയില്ലെന്ന് KCB തന്നെ സമ്മതിക്കുകയാണ്. വോട്ട് ചെയ്ത് അധികാരത്തിൽ കൊണ്ടുവന്ന ജനങ്ങളെ അധിക്ഷേപിക്കുന്ന നിലപാടാണ് സതീശൻ സർക്കാർ സ്വീകരിക്കുന്നത് എന്ന വിമർശനം തുടരുകയാണ്. രാത്രി മുഴുവൻ പവർ കട്ട്, 7 മണിക്കും 9 മണിക്കുമൊക്കെ പവർ കട്ടുണ്ട്. എല്ലാവരും ജയിപ്പിച്ചില്ലേ, ഇനി അങ്ങനെ തന്നെ ആകട്ടെ എന്നായിരുന്നു ഒരാൾ അമർഷത്തോടെ പ്രതികരിച്ചത്. വ്യാപാര മേഖലയിലും വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. കുറെ കൂടി ചിന്തിച്ച് തീരുമാനമെടുക്കേണ്ടിയിരുന്നു. വ്യാപാര വ്യവസായ ഏകോപന സമിതി അടുത്ത ദിവസം തന്നെ സർക്കാരുമായി ചർച്ച നടത്തുമെന്ന് വ്യാപാര വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു. വൈദ്യുതി ബോർഡിനും ജാഗ്രത കുറവുണ്ടായി. ജൂൺ പകുതിയോടെയാണ് പ്രശ്നത്തിന്റെ തീവ്രത സർക്കാർ തിരിച്ചറിയാനായത്. ഇതാണ് കർക്കിടകത്തിന്റെ തുടക്കത്തിലും കേരളത്തെ ഇരുട്ടിലാക്കുന്നത്. സംസ്ഥാനത്ത് ടാറ്റ ഗ്രൂപ്പ് 10,000 കോടി രൂപയുടെ കപ്പൽ നിർമ്മാണ പദ്ധതി ആരംഭിക്കുമെന്ന് പ്രഖ്യാപനത്തിൽ മലക്കം മറിഞ്ഞ് സതീശൻ സർക്കാർ. ടാറ്റ ഗ്രൂപ്പ് കപ്പൽ നിർമ്മാണ മേഖലയിൽ നിക്ഷേപിക്കാൻ തയ്യാറാണെന്നും 10,000 കോടി രൂപയുടെ പദ്ധതിക്ക് സർക്കാർ ഭൂമി നൽകുമെന്നുമാണ് മുഖ്യമന്ത്രി VD സതീശന്റെ നേരത്തെ ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. പദ്ധതി ടാറ്റ സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ടെന്നും ചർച്ചകൾ 1 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ടാറ്റ കപ്പൽ നിർമ്മാണത്തിൽ നിക്ഷേപിക്കാൻ തയ്യാറാണ്. അവർ നിർദ്ദേശിച്ച 10,000 കോടി രൂപയുടെ പദ്ധതിക്ക് ഭൂമി നൽകും എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം. ഇതിന് പിന്നാലെ സംസ്ഥാനത്തേക്ക് ടാറ്റയുടെ വൻ നിക്ഷേപം എത്തുമെന്ന തരത്തിൽ സർക്കാർ കേന്ദ്രങ്ങളും UDF നേതൃത്വവും പ്രചാരണം നടത്തിയിരുന്നു. എന്നാൽ അത്തരം ഒരു പദ്ധതി ടാറ്റയുടെ പരിഗണനയിലില്ലെന്ന് കമ്പനിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഇക്കണോമിക്സ് ടൈംസ് ഇൻഫ്ര റിപ്പോർട്ടർ ചെയ്തു. കേരളത്തിലോ മറ്റേതെങ്കിലും സംസ്ഥാനത്തോ സമാനമായ കപ്പൽ നിർമ്മാണ പദ്ധതി പരിഗണനയില്ലെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചത്. മുഖ്യമന്ത്രിയുടെ ആഭിമുഖ്യത്തിൽ പരാമർശം കേട്ട് ഞെട്ടിപ്പോയെന്നാണ് ഉദ്യോഗസ്ഥന്റെ പ്രതികരണം. ടാറ്റയുടെ നിഷേധം പുറത്തു വന്നതോടെയാണ് സർക്കാർ പുതിയ വിശദീകരണവുമായി രംഗത്തെത്തിയത്. ടാറ്റയുടെ മാത്രം നിക്ഷേപമല്ല മുഖ്യമന്ത്രി പരാമർശിച്ചതെന്നും വിവിധ പദ്ധതികളിലൂടെ നിക്ഷേപകരിലൂടെയും പ്രതീക്ഷിക്കുന്ന ആകെ നിക്ഷേപ സാധ്യതയാണ് 10,000 കോടി രൂപയെന്നുമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇപ്പോൾ പറയുന്നത്.
ഏതെങ്കിലും ഒരു സ്ഥാപനവുമായി 10,000 കോടി രൂപയുടെ നിക്ഷേപക്കാർ അന്തിമമായി ഉറപ്പിച്ചു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ലെന്നും വിവിധ നിക്ഷേപകരിൽ നിന്നും വരും വർഷങ്ങളിൽ ആകർഷിക്കാൻ ലക്ഷ്യമിടുന്ന ആകെ തുകയാണ് പരാമർശിച്ചതുമാണ് പുതിയ വാദം. എന്നാൽ മുഖ്യമന്ത്രിയുടെ ആദ്യ പ്രതികരണത്തിൽ ടാറ്റയുടെ പേര് വ്യക്തമായി പരാമർശിച്ചിരുന്നു. ടാറ്റ നിക്ഷേപത്തിന് തയ്യാറാണെന്നും അവർ നിർദ്ദേശിച്ച പദ്ധതിക്ക് സർക്കാർ ഭൂമി നൽകുമെന്നും ചർച്ചകൾ ഉടൻ പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. കമ്പനി തന്നെ പദ്ധതി നിഷേധിച്ചതോടെ ടാറ്റയുടെ 10,000 കോടി രൂപയുടെ നിക്ഷേപം വിവിധ കമ്പനികളിൽ നിന്നും പ്രതീക്ഷിക്കുന്നു ആകെ നിക്ഷേപ സാധ്യതയായി മാറുകയായിരുന്നു. തൊട്ടടുത്തുണ്ടായിട്ടും മൈൻഡ് ചെയ്തില്ല. അലോഷ്യസ് സേവ്യറിന് മുഖം കൊടുക്കാതെ വി ഡി സതീശൻ. ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തെ ചൊല്ലിയുള്ള KSU മുഖ്യമന്ത്രി പോര് രൂക്ഷമായിരിക്കെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിന് മുഖം കൊടുക്കാതെ മുഖ്യമന്ത്രി വി ഡി സതീശൻ. തേവര SH കോളേജിൽ നടന്ന ഹാർട്ട് ആൻഡ് വിമൺ ഹെൽത്ത് സമ്മിറ്റിലാണ് സംഭവം. പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ മുഖ്യമന്ത്രി കടന്നു വരുമ്പോൾ മുൻനിരയിൽ അലോഷ്യസ് ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിയെ വരവേൽക്കാൻ കാത്തുനിന്നെങ്കിലും സതീശൻ അലോഷ്യസിന്റെ മുഖത്തേക്ക് നോക്കുകയോ സംസാരിക്കുകയോ ചെയ്തില്ല. അലോഷ്യസിനെ അവഗണിച്ച് മുഖ്യമന്ത്രി മുന്നോട്ട് പോകുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തിലെ RSS ബന്ധത്തെ KSU ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയും സംഘടനാ നേതൃത്വവും തമ്മിലുള്ള ഭിന്നത പരസ്യമായത്. തിരുവനന്തപുരത്തെ KSU ആണോ ഗവൺമെന്റ് പ്ലീഡറെ നിയമിക്കുന്നത്? KSUവിന് ഇതിൽ ഒരു കാര്യവുമില്ല എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. മുഖ്യമന്ത്രിയുടെ പരാമർശത്തിനെതിരെ അലോഷ്യസ് നേരത്തെ തുറന്നടിച്ചിരുന്നു. പ്ലീഡർ നിയമനത്തിൽ ആശങ്ക അറിയിച്ചതിൽ എന്താണ് തെറ്റെന്ന് ചോദിച്ച അദ്ദേഹം കഴിഞ്ഞ 10 വർഷം കേരളത്തിന്റെ തെരുവുകളിൽ സമരം ചെയ്ത പ്രവർത്തകരുടെ വികാരം മുഖ്യമന്ത്രി അറിയിക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു. വിഷയത്തിൽ നേരിട്ട് സംസാരിക്കാൻ സമയം തേടിയിട്ടും മുഖ്യമന്ത്രി ഓഫീസിൽ നിന്നും അനുമതി ലഭിച്ചിരുന്നില്ലെന്നാണ് വിവരം. ഇതിനിടെയാണ് ഇരുവരും ഒരേ വേദിയിലെത്തിയത്. കൂടിക്കാഴ്ചയ്ക്ക് സമയം നൽകാത്തതിന് പിന്നാലെ നേരിൽ കണ്ടപ്പോഴും മുഖ്യമന്ത്രി സംസാരിക്കാതെ കടന്നുപോയത് കോൺഗ്രസിലെയും KSUവിലെയും ഭിന്നത കൂടുതൽ പ്രകടമായിരിക്കുകയാണ്. സജീവ RSS ബന്ധമായാളെ സീനിയർ ഗവൺമെന്റ് ലീഡറായി നിയമിച്ചതിനെയാണ് KSU വിമർശനം ഉയർത്തിയത്. മാവേലിക്കര താഴക്കര സ്വദേശിയായ DS ശരത്തിനെ ജൂലൈ 8 പുറത്താക്കിയ പട്ടികയിലാണ് ഉൾപ്പെടുത്തിയത്. തൃശൂർ ഗവൺമെന്റ് ലോ കോളേജിൽ ABVP നേതാവായിരുന്ന ഇയാൾ RSSകാർ പ്രതികളായ കേസുകളിൽ ഹാജരായിട്ടുണ്ടെന്ന് KSUവിന്റെ കോൺഗ്രസ് അഭിഭാഷക സംഘടനയിലെ ഒരു വിഭാഗത്തിന്റെ ആരോപണം. അതേസമയം ഹിന്ദു ഐക്യവേദി നേതാക്കളായ KP ശശികലയ്ക്കും RV ബാബുവിനും കൂടിക്കാഴ്ചയ്ക്ക് സമയം നൽകിയ മുഖ്യമന്ത്രി KSU സമയം നൽകിയ മുഖ്യമന്ത്രി KSU സംസ്ഥാന പ്രസിഡന്റിന് KPCC ജനറൽ സെക്രട്ടറി PM നിയാസിനും അവസരം നൽകിയില്ലെന്ന വിമർശനം ശക്തമാണ്. +1 പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. വെബ്സൈറ്റിൽ ലഭിക്കാൻ വൈകും. ഹയർ സെക്കൻഡറി 1ാം വർഷ പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 62% വിജയം. കഴിഞ്ഞ വർഷം 60% പരീക്ഷ എഴുതിയ 4,10,190 പേരിൽ 4,04,722 പേരുടെ ഫലമാണ് ലഭ്യമായത്. അതിൽ 2,50,981 പേർ 30% മാർക്ക് നേടി ജയിച്ചു. ദേശീയ തലത്തിൽ സർക്കാർ വെബ്സൈറ്റുകൾക്ക് നേരെയുണ്ടായ സൈബർ ആക്രമണങ്ങളെ തുടർന്നാണ് സുരക്ഷാ പരിശോധനകൾ പുരോഗമിക്കുന്നതിനാൽ പരീക്ഷാ ഫലങ്ങൾ സൈറ്റുകളിൽ ലഭ്യമാകാൻ വൈകുമെന്ന് പരീക്ഷാ ചുമതലയിലുള്ള ജോയിന്റ് ഡയറക്ടർ അറിയിച്ചു. പരീക്ഷാഫലം നേരത്തെ 3 മണിക്ക് വെബ്സൈറ്റിൽ പ്രഖ്യാപിക്കുമെന്നായിരുന്നു അറിയിച്ചത്. 2026 മാർച്ച് 5 മുതൽ 27 വരെയാണ് +1 പരീക്ഷകൾ നടന്നത്. പശ്ചിമേഷ്യയിലെ യുദ്ധത്തെ തുടർന്ന് മാറ്റിവെച്ച ഗൾഫ് കേന്ദ്രങ്ങളിലെ 1ാം വർഷ പരീക്ഷകൾ നടത്തിയ ശേഷം ഈ വിദ്യാർത്ഥികളുടെ ഫലവും കൂട്ടിച്ചേർത്ത് പ്രസിദ്ധീകരിക്കുന്നതിനാലാണ് ഫലം വൈകിയത്. വിദ്യാർത്ഥികളുടെ യാത്രാ കൺസെഷൻ സമയം രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെ. ബസ്സുകളിൽ വിദ്യാർത്ഥികൾക്ക് അനുവദിച്ച യാത്രാ കൺസെഷൻ സമയം രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെ ആണെന്നും ഈ സമയത്ത് യാത്രാ പാസ് കൈവശമുള്ള വിദ്യാർത്ഥികൾക്ക് നിർബന്ധമായും കൺസെഷൻ അനുവദിക്കണമെന്നും വെള്ളിയാഴ്ച ചേർന്ന സ്റ്റുഡൻസ് ട്രാവൽസ് ഫെസിലിറ്റി കമ്മിറ്റി യോഗം വ്യക്തമാക്കി. വൈകിട്ട് 6 മണിക്ക് ശേഷം ചില ബസ്സുകളിൽ വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ അനുവദിക്കാത്ത പ്രശ്നമുണ്ടെന്ന് യോഗത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥി പ്രതിനിധികൾ ഉന്നയിച്ചു. പുതുതായി ജോലിയിൽ പ്രവേശിക്കുന്ന ബസ് കണ്ടക്ടർമാർക്ക് കൺസെഷൻ സമയത്തെക്കുറിച്ച് അറിവില്ലായ്മ ഉണ്ടാകുമെന്നും കണ്ടക്ടർമാർക്കിടയിൽ ഇത് സംബന്ധിച്ച് അവബോധം നടത്താമെന്നും ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രതിനിധികൾ അറിയിച്ചു. താഴ്ചവേ ബസ് സ്റ്റോപ്പിൽ ചില ബസ്സുകൾ നിർത്തുന്നില്ലെന്നും SN കോളേജ്, ഗവൺമെന്റ് ITI എന്നിവിടങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ഇത് പ്രയാസം സൃഷ്ടിക്കുന്നുവെന്നതായും പരാതി ഉയർന്നു. കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജ് ബസ് സ്റ്റോപ്പിൽ ഇരിട്ടിയിലേക്കുള്ള ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളും നിർത്താറില്ല. ഇതൊക്കെ ബസ്സുകളാണ് നിർത്താത്തതെന്ന് കൃത്യമായ വിവരം ലഭിച്ചാൽ RTO തലത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് യോഗത്തിൽ അധ്യക്ഷത ജില്ലാ കളക്ടർ P വിഷ്ണുരാജ് നിർദ്ദേശിച്ചു. യോഗത്തിൽ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ ES ഉണ്ണികൃഷ്ണൻ, ജോയിന്റ് RTO വിനോദ് കുമാർ, മോട്ടോർ വാഹന വകുപ്പ്, പോലീസ്, KSRTC വകുപ്പ് പ്രതിനിധികൾ, വിദ്യാർത്ഥി സംഘടന, കണ്ണൂർ ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻസ്, പാരൽ
പാരലൽ കോളേജ് അസോസിയേഷൻ, ബസ് ഓപ്പറേറ്റേഴ്സ് വെൽഫെയർ അസോസിയേഷൻ പ്രതിനിധികൾ എന്നിവരും പങ്കെടുത്തു. അതിഥി തൊഴിലാളി രജിസ്ട്രേഷൻ മത്സ്യബന്ധന തുറമുഖങ്ങളിൽ സ്പെഷ്യൽ ഡ്രൈവ് നടത്തും. ജില്ലയിൽ അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷൻ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ മത്സ്യബന്ധന തുറമുഖത്തിൽ സ്പെഷ്യൽ ഡ്രൈവ് നടത്തും. ADM PN പുരുഷോത്തമന്റെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ ചേർന്ന അതിഥി തൊഴിലാളി രജിസ്ട്രേഷൻ അവലോകന യോഗത്തിലാണ് തീരുമാനം. നിലവിൽ ജില്ലയിലുടനീളം തൊഴിൽ വകുപ്പിന്റെ നേതൃത്വത്തിൽ അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷൻ ക്യാമ്പുകൾ നടക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ അതിഥി തൊഴിലാളികൾ വന്നെത്തുന്ന തൊഴിൽ മേഖലകൾ കേന്ദ്രീകരിച്ച് മുഴുവൻ തൊഴിലാളികളെയും രജിസ്റ്റർ ചെയ്യുകയാണ് ലക്ഷ്യം. ജില്ലയിലെ 8ഓളം മത്സ്യബന്ധന തുറമുഖങ്ങളിൽ ഏകദേശം 10,000-ന് മുകളിൽ അതിഥി തൊഴിലാളികൾ ജോലിക്കെത്തുന്നുണ്ട്. ഇവരുടെ വിവരശേഖരണം കാര്യക്ഷമമാക്കുന്നതിന് ഫിഷറീസ് വകുപ്പും തൊഴിൽ വകുപ്പും കൂടിച്ചേർന്നുള്ള പ്രത്യേക രജിസ്ട്രേഷൻ ക്യാമ്പയിനാണ് സംഘടിപ്പിക്കുക. ആധാർ അധിഷ്ഠിത തിരിച്ചറിയൽ കാർഡുകൾ തൊഴിലാളികൾക്ക് നൽകും. ഇതര മേഖലയിൽ നടക്കുന്ന പുരോഗതിയും യോഗത്തിൽ വിലയിരുത്തി. വ്യവസായ സ്ഥാപനങ്ങൾ, നിർമ്മാണ മേഖലകൾ, വ്യാപാര സ്ഥാപനങ്ങൾ, മറ്റ് തൊഴിലിടങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം എത്തുന്ന അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷൻ വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ പൂർത്തിയാക്കും. ഇതിനായുള്ള മാസ് ഡ്രൈവുകൾ 2ാം ഘട്ടത്തിൽ നടത്തും. ഒരിക്കൽ രജിസ്റ്റർ ചെയ്ത തൊഴിലാളിയിൽ നിന്നും തിരിച്ചു പോകുന്നവർക്ക് തിരികെ വീണ്ടും എത്തുന്ന വേളയിൽ വീണ്ടും രജിസ്ട്രേഷന്റെ ആവശ്യമില്ല. ഈ വിധത്തിലാണ് ഏകീകൃത പോർട്ടലിൽ രജിസ്ട്രേഷൻ സംവിധാനമുള്ളത്. അതിഥി തൊഴിലാളികളെ താമസിപ്പിക്കുന്നവരും തൊഴിലെടുപ്പിക്കുന്ന സ്ഥാപനങ്ങളും വ്യക്തികളും തൊഴിലാളികൾ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ഇവർക്കിടയിൽ ഇവരുടെ ഭാഷയിൽ രജിസ്ട്രേഷൻ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തും. അതിഥി തൊഴിലാളികളുടെ ലേബർ ക്യാമ്പുകളിൽ പരിശോധന നടത്താനും വൃത്തിയും ശുചിത്വവും ഉറപ്പാക്കാനും യോഗത്തിൽ നിർദ്ദേശം നൽകി. വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു. ജില്ലയിൽ രജിസ്റ്റർ ചെയ്തത് 33,601 അതിഥി തൊഴിലാളികൾ. ജില്ലയിൽ ഇതുവരെ 33,601 അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി. തൊഴിൽ വകുപ്പിന്റെ പ്രത്യേക ക്യാമ്പുകളിലൂടെയും നേരിട്ടുള്ള വിവരശേഖരണത്തിലൂടെയുമായിരുന്നു രജിസ്ട്രേഷൻ നടപടികൾ. ജില്ലയിലെ മത്സ്യബന്ധന തുറമുഖങ്ങളായ ആയിക്കര, ആഴിക്കൽ, അഴീക്കൽ, പുതിയങ്ങാടി, തലായി, ഗോപാലപേട്ട, പാലക്കോട് എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ച് നടത്തിയ 63 രജിസ്ട്രേഷൻ ക്യാമ്പുകളായി 3,177 അതിഥി തൊഴിലാളികൾ രജിസ്റ്റർ ചെയ്തു. ബാക്കിയുള്ള തൊഴിലാളികളുടെ രജിസ്ട്രേഷൻ സ്പെഷ്യൽ ഡ്രൈവിലൂടെ പൂർത്തീകരിക്കും. തുറമുഖങ്ങൾ ട്രോളിംഗ് നിരോധനം നിലനിൽക്കുന്നതിനാൽ കൂടുതൽ തൊഴിലാളികൾ സ്വദേശത്തേക്ക് പോയിരിക്കുകയാണ്. ഇവർ തിരിച്ചെത്തുന്ന മുറയ്ക്ക് സ്പെഷ്യൽ ഡ്രൈവ് ആസൂത്രണം ചെയ്യും. കണ്ണൂർ സർക്കിളിലാണ് ഏറ്റവും കൂടുതൽ അതിഥി തൊഴിലാളികൾ ഉള്ളത്. കണ്ണൂർ 1, 2, 3 സർക്കിളുകൾ, തലശ്ശേരി 1, 2 സർക്കിളുകൾ, പയ്യന്നൂർ, തളിപ്പറമ്പ്, ഇരിട്ടി, ചിയ, കണ്ണൂർ എന്നിങ്ങനെ ഡിവിഷനുകളിലാണ് ജില്ലാ ലേബർ ഓഫീസിന്റെ നേതൃത്വത്തിൽ അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷൻ നടക്കുന്നത്. നിതിൻ രാജിന്റെ മരണം പ്രതിയെ അറസ്റ്റ് ചെയ്യാത്തതിൽ പോലീസിനെതിരെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിന് ഉത്തരവാദിയായ ഡോക്ടർ റാമിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ പോലീസിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി സുപ്രീം കോടതി പ്രതിക്ക് മുൻകൂർ ജാമ്യം നിഷേധിച്ചിട്ടും എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തതെന്ന് ജസ്റ്റിസ് ബദറുദ്ദീൻ ചോദിച്ചു. കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് മടിയാണെന്ന് കോടതി കുറ്റപ്പെടുത്തി. പോലീസിന് 2 നീതിയാണുള്ളത്. റാമിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിനെ കൈവിറയ്ക്കുന്ന പോലീസിന് എങ്ങനെയാണ് നീതി നടപ്പാക്കാൻ കഴിയുക എന്നും കോടതി ചോദിച്ചു. മറ്റൊരു കേസ് പരിഗണിക്കുന്നതിനിടെയാണ് നിതിൻ രാജ് കേസ് പരാമർശിച്ചുകൊണ്ട് കോടതിയുടെ ഭാഗത്തുനിന്നും ഇങ്ങനെയൊരു പരാമർശം ഉണ്ടായത്. കോടതിയുടെ അതൃപ്തി അന്വേഷണ ഉദ്യോഗസ്ഥനെ ഉടൻ തന്നെ അറിയിക്കാൻ സർക്കാർ അഭിഭാഷകന് കോടതി നിർദ്ദേശം നൽകി. കേസിൽ പ്രതിയായ ഡോക്ടർക്ക് ജാമ്യം നിഷേധിക്കപ്പെട്ട സാഹചര്യത്തിലും തുടർ നടപടികൾ സ്വീകരിക്കാത്തത് നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണെന്ന് നിലപാടാണ് കോടതി സ്വീകരിച്ചത്. സംസ്ഥാനത്ത് മുട്ടയ്ക്ക് പൊള്ളുന്ന വില. താറാവ് മുട്ടയ്ക്ക് 15 രൂപ, കോഴിമുട്ടയ്ക്ക് 10 രൂപ. സാധാരണക്കാരൻ്റെ കുടുംബ ബജറ്റ് തെറ്റിച്ചുകൊണ്ട് സംസ്ഥാനത്ത് മുട്ടവില കുതിച്ചുയരുന്നു. ഒരു മാസത്തിനിടെ താറാവ് മുട്ടയ്ക്ക് 2 രൂപയാണ് വർദ്ധിച്ചത്. 6 മാസം മുൻപ് വരെ 11 രൂപയുണ്ടായിരുന്ന താറാവ് മുട്ടയ്ക്ക് ഇപ്പോൾ 15 രൂപയാണ് വിപണിയിലെ വില. താറാവ് മുട്ടയ്ക്ക് മാത്രമല്ല, കോഴിമുട്ടയുടെ വിലയും റെക്കോർഡാണ്. നാടൻ കോഴിമുട്ടയുടെ വില 7 രൂപയിൽ നിന്ന് 10 രൂപയായി ഉയർന്നു. തമിഴ്നാട്ടിൽ നിന്നും മറ്റും എത്തുന്ന സാധാരണ മുട്ടയ്ക്ക് പോലും ഇപ്പോൾ 9 രൂപയാണ് വില കൂടിയതിനൊപ്പം മുട്ടയുടെ തൂക്കം വൻതോതിൽ കുറഞ്ഞത് ഉപഭോക്താക്കളെ ഇരട്ടി ദുരിതത്തിലാക്കിയാണ്. പാടശേഖരങ്ങളിൽ നിന്ന് യഥേഷ്ടം തീറ്റ ലഭിച്ചിരുന്നപ്പോൾ ഒരു താറാവ് മുട്ടയ്ക്ക് 68 മുതൽ 70 ഗ്രാം വരെ തൂക്കമുണ്ടായിരുന്നു. എന്നാൽ തീറ്റക്ഷാമം രൂക്ഷമായതോടെ മുട്ടയുടെ തൂക്കം 48 മുതൽ 50 ഗ്രാം വരെയായി ചുരുങ്ങി. 3 തരം കോഴിമുട്ടയാണ് പ്രധാനമായും വിപണിയിലുള്ളത്. ബുള്ളറ്റ്, നോർമൽ, ഓവർ സൈസ്. ഇതിൽ നോർമലാണ് പ്രധാനമായും കേരളത്തിൽ വിൽക്കുന്നത്. ഇതുതന്നെയാണ് കയറ്റുമതി ചെയ്യുന്നതും.
ആദ്യത്തെ ആഴ്ചകളിൽ ഇടുന്ന വലുപ്പം കുറഞ്ഞ ബുള്ളറ്റ് മുട്ടയാണ് വഴിയരികിൽ ചെറിയ വിലയ്ക്ക് കിട്ടുന്നത്. ഇതിന് 25 മുതൽ 35 ഗ്രാം തൂക്കമുണ്ടാകുക. നോർമൽ കോഴിമുട്ടയ്ക്ക് 40 മുതൽ 55 ഗ്രാം ഉണ്ടാകും. ഓവർസൈസ് മുട്ട പെട്ടെന്ന് പൊട്ടാൻ സാധ്യത ഉള്ളതിനാണ് വ്യാപാരികൾ അധിക വിൽപ്പന നടത്താത്തത്. മുട്ട വില കൂട്ടിയതോടെ ഹോട്ടലുകളിൽ ഓംലെറ്റ് ഉൾപ്പെടെയുള്ള മുട്ട വിഭവങ്ങൾക്ക് വില കുത്തനെ കൂട്ടിയിരിക്കുകയാണ്. കോഴി താറാവ് വളർത്തൽ മേഖല കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഉൽപ്പാദന ചെലവ് താങ്ങാൻ കഴിയാതെ വന്നതോടെ പലരും ഈ മേഖലയിൽ നിന്നും പിൻവാങ്ങുകയാണ്. ഇതാണ് വിപണിയിൽ മുട്ടയുടെ ലഭ്യത കുറയാൻ പ്രധാന കാരണം. പ്രതിമാന സിനിമ പ്രദർശനം തുടങ്ങി. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി കണ്ണൂർ റീജിയണൽ കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ പ്രതിമാന സിനിമ പ്രദർശനം തുടങ്ങി. നിരവധി പുരസ്കാരം നേടിയ തൊണ്ടിമുതലും ദൃക്സാക്ഷ്യം പ്രദർശിപ്പിച്ചു. കണ്ണൂർ APJ ലൈബ്രറി ഹാളിലാണ് പ്രദർശനം. എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 4-ന് പ്രദർശനം നടക്കും. പ്രദർശനം സൗജന്യമാണ്. ഡിജിറ്റൽ മാർക്കറ്റ് പരിശീലനം നാളെ. കണ്ണൂർ ഹാപ്പിനെസ് ഫൗണ്ടേഷനും APJ അബ്ദുൽ കലാം ലൈബ്രറിയും സംഘടിപ്പിക്കുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്ലാസിൻ്റെ 2ാം ബാച്ച് പരിശീലനം ശനിയാഴ്ച നടക്കും. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന് പുറമെ സർക്കാർ സംവിധാനമായ ജം, ആമസോൺ പോലുള്ള രജിസ്ട്രേഷൻ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ജെമിനി, ChatGPT എന്നിവ ഉപയോഗിച്ചുള്ള പോസ്റ്റർ, വീഡിയോ നിർമ്മാണം, പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കൽ തുടങ്ങിയവയിൽ ക്ലാസ് നൽകും. കണ്ണൂർ വലിയവളപ്പുകാവ് റോഡിലെ APJ ലൈബ്രറി ഹാളിലാണ് പരിശീലനം. തുടർ ദിവസങ്ങളിലും പരിശീലനം നൽകും. ജില്ലയിലെ 1000-ഓളം സന്നദ്ധ പ്രവർത്തകർ, സംരംഭകർ എന്നിവർക്ക് വിവിധ ബാച്ചുകളായി പരിശീലനം നൽകും. ഫോൺ 944 73 72 316. ബാക്ടീരിയ കൾച്ചർ ഉൽപ്പാദിപ്പിക്കുന്നതിന് കേന്ദ്ര സർക്കാർ സ്ഥാപനവുമായി ധാരണാപത്രം ഒപ്പുവെച്ചു. ജൈവമാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള ഇനോക്കുലം നിർമ്മിക്കുന്നതിനാവശ്യമായ ബാക്ടീരിയ കൾച്ചർ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള അനുമതി പത്രം കണ്ണൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ടെക്നീഷ്യൻസ് ഫാർമേഴ്സ് കോഓർഡിനേഷൻ സൊസൈറ്റി ടാസ്ക് ഫോഴ്സ് ലഭിച്ചു. യൂണിയൻ സർക്കാരിൻ്റെ പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ഇൻഡസ്ട്രിയൽ റിസർച്ച് ലബോറട്ടറിയുടെ ഭാഗമായ ഇൻഡസ്ട്രി പ്ലാനറി സയൻസ് ആൻഡ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ഒപ്പുവെച്ച ധാരണാപത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അനുമതി പത്രം ലഭിച്ചത്. ഈ അനുമതി പത്രം ലഭിക്കുന്ന മലബാറിലെ ആദ്യ സ്ഥാപനമാണ് ടെക്നീഷ്യൻസ് ആൻഡ് ഫാർമേഴ്സ് കോഓർഡിനേഷൻ സൊസൈറ്റി. ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് നിർമ്മിച്ച ഇനോക്കുലം കൾച്ചർ ടാസ്ക് സൊസൈറ്റി ലബോറട്ടറിയിൽ ഉൽപ്പാദിപ്പിക്കാനുള്ള അനുമതിയാണ് ലഭിച്ചത്. ഇത്തരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന കൾച്ചർ ചകിരി കമ്പോസ്റ്റുമായി കൂട്ടിക്കലർത്തിയാണ് ചകിരി കമ്പോസ്റ്റ് നിർമ്മിക്കുന്നത്. കാർഷിക സംസ്കരണം, സാങ്കേതിക വിദ്യ, സൂക്ഷ്മജീവി പ്രക്രിയകൾ, പരിസ്ഥിതി സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിലെ ഗവേഷണ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്ന ദേശീയ സ്ഥാപനമാണ് ഇൻ്റർ ഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്. കണ്ണൂർ, കാസർഗോഡ്, വയനാട്, കോഴിക്കോട് ജില്ലകളിലേക്കുള്ള കൊയർ വിത്ത് ഇനോക്കുലം ഉൽപ്പാദിപ്പിക്കുന്നത് ടെക്നീഷ്യൻസ് ആൻഡ് ഫാർമേഴ്സ് കോഓർഡിനേഷൻ സൊസൈറ്റിയാണ്. പുതിയ സാങ്കേതിക വിദ്യ ലഭിച്ചതോടെ ഉൽപ്പാദിപ്പിക്കുന്ന ഇനോക്കുലം ഉപയോഗിച്ച് കുറഞ്ഞ ദിവസത്തിനുള്ളിൽ ജൈവ മാലിന്യ സംസ്കരണം സാധ്യമാകും. തിരുവനന്തപുരം ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന ടെക്നോളജി കൈമാറ്റ ചടങ്ങിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ C അനന്തരാമകൃഷ്ണൻ, ഡോക്ടർ P നിഷി, ഡോക്ടർ K കൃഷ്ണകുമാർ എന്നിവർ ചേർന്ന് അനുമതി പത്രം ടെക്നീഷ്യൻസ് ഫാർമേഴ്സ് കോഓർഡിനേഷൻ സൊസൈറ്റി ഭാരവാഹികൾക്ക് കൈമാറി. സൊസൈറ്റി ഭാരവാഹികളായ VV ബാലകൃഷ്ണൻ, EK സോമശേഖരൻ, ടാഫ്കോസിൻ്റെ മറ്റ് ഡയറക്ടർമാർ എന്നിവർ പങ്കെടുത്തു. വേൾഡ് കപ്പ് ആവേശത്തിൽ പുളിങ്ങോം വിശ്വജ്ഞാൻ സ്കൂൾ വിദ്യാർത്ഥികൾ. ഫുട്ബോൾ വേൾഡ് കപ്പ് മത്സരത്തിൻ്റെ പശ്ചാത്തലത്തിൽ പുളിങ്ങോം വിശ്വജ്ഞാൻ സ്കൂൾ ആവേശജനമായ കിക്ക് ഓഫ് മത്സരം സംഘടിപ്പിച്ചു. സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികളും പങ്കാളികളായ കിക്ക് ഓഫ് മത്സര പരിപാടിയിൽ ചുണ്ടയിലെ ഷൈനിങ് സ്റ്റാർ ക്ലബിൻ്റെ പ്രതിനിധികളായ സിനു ചുണ്ട, യതീഷ് ചുണ്ട എന്നിവർ നേതൃത്വം നൽകി. 3 വിഭാഗങ്ങളായി നടത്തിയ മത്സരത്തിൽ ദേവജിത്ത്, ആരോൺ, നിയ പെരിങ്ങോത്ത്, ഇവാൻ, ആൽവിൻ, അദ്യങ്കാവ്, കാത്തറിൻ, സിൻഡോ, നിവേദ് P, അദിർദാദ്, അനീഷ്, ഹൻഫ K എന്നിവർ വിജയികളായി. പ്രധാന അധ്യാപിക മിനി പ്രവീൺ, സിന്ധു സുരേഷ്, PTA ഭാരവാഹികൾ എന്നിവർ സംബന്ധിച്ചു. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.